വലിയ പെട്ടിയിലുണ്ട്. ചെറുതാണല്ലേ നിന്റെ വലുതാണല്ലേ. ഹലോ ഗൈസ്, വെൽക്കം ടു അനദർ വീഡിയോ. അപ്പം ഇന്നത്തെ വിശേഷം എന്ന് പറഞ്ഞാൽ ഈ പെട്ടി കാണാൻ മനസ്സിലായിട്ടുണ്ടാവും. കുറച്ച് സാധനം ആമസോണിൽ നിന്ന് ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നു. അതിന്റെ അൺബോക്സിംഗ് പരിപാടിയാണ്. അപ്പം തുടങ്ങിയാലോ? ഓക്കെ, ലെറ്റ്സ് ഗോ. അപ്പം നമുക്ക് ചെറിയ പെട്ടിയിൽ നിന്ന് തുടങ്ങാം അല്ലേ? ഇതിലുള്ള ഏറ്റവും ചെറിയ പെട്ടാണ് ആദ്യം ഓപ്പൺ ചെയ്യുന്നത്. ഞാൻ ഫസ്റ്റ് ഇതിലെന്തായിരിക്കും? ഇത് രണ്ട് ഐറ്റമാണ് ഗൈസ്. ഇത് ലോറിയൽ പാരീസിന്റെ വൈറ്റമിൻ സി സിറമാണ്. ഇത് റീസ്റ്റോക്കിംഗ് ആണ്. എൻ്റെ കയ്യിലിരുന്നത് തീർന്നു, അപ്പം ഞാൻ ഫുള്ളായിട്ട് ഓർഡർ ആക്കിയതാണ്. ഇത് നല്ല സാധനമാണ്. അപ്പൊ ഇനി അടുത്തത് ഇത് അപ്പൊ നമുക്ക് അടുത്തത് അത് ഓപ്പൺ ചെയ്ത് നോക്കാം. എന്തായിരിക്കും ഇത്? ഒരു ദിവസം ഇന്നലെ രാത്രി ഇരുന്ന് എന്തൊക്കെയോ ഓർഡർ ആക്കിയതാണ് ഗൈസ്. പ്രൊഫഷണൽ ആയിട്ടാണ് ഓപ്പൺ ആക്കിയിരിക്കുന്നത്. ജിമ്മിൽ പോയി വർക്കൗട്ട് തുടങ്ങിയതുകൊണ്ട് ഒരു പ്രീ വർക്കൗട്ട് പ്രീ വർക്കൗട്ടിന്റെ ഒരു സാധനം എടുത്തിട്ടുണ്ട്. ഇതാണ് കാരണം ജോലി ചെയ്ത് വരുമ്പോൾ അത്യാവശ്യം കുറച്ച് കൊണ്ട് ജോലി, അപ്പം ക്ഷീണിച്ച് തളർന്നു വന്നിട്ട് വർക്കൗട്ടിന് പോകാൻ പറ്റില്ല. അപ്പൊ ഇത് കുടിച്ചിട്ട് വർക്കൗട്ടിന് പോയി കഴിഞ്ഞാൽ കുറച്ച് എനർജി ആയിട്ട് നിന്ന് വർക്കൗട്ട് ചെയ്യും. സോ അങ്ങനെ ഇത് ഓർഡർ ആക്കിയിട്ടുണ്ട്. ഇതില് ഇത് മാത്രമേ ഉള്ളൂ ഈ ബോക്സിനകത്ത്, വേറെ ഒന്നുമില്ല. അപ്പൊ നമ്മൾ അങ്ങനെ രണ്ട് ബോക്സ് ഓപ്പൺ ആക്കി കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇനി മൂന്നാമത്തെ ബോക്സിലോട്ട് പോവാം. മൂന്നാമത്തെ പെട്ടി ഇതാണ്. ഇത് ഞാൻ തുറക്കാം. ഞാൻ ഇങ്ങനെ കട്ടാക്കില്ല. ഇതിലെന്തായിരിക്കും? ഗസ് ചെയ്യൂ. ഇതെന്റെ ഫോൺ കവറാണ് ഗൈസ്. ഞാൻ ഒരു ഫോൺ കവർ ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നു. അതാണ് ഫോണിന്റെ പൗച്ചിന്റെ അവസ്ഥ ഇതാണ്. നിലവിലെ ഫോണിന്റെ പൗച്ചിന്റെ അവസ്ഥ ഇതാണ്. മട്ടമായി. പിന്നെ ഇതിൻ്റെ അകത്തുള്ളത് പിന്നെ ഒരു സെറാവയുടെ മോയ്സ്ചറൈസർ ഉണ്ട്. ഇത് കുഞ്ഞിന് വേണ്ടി വാങ്ങിച്ചതാണ്. കുഞ്ഞിൻ്റെ ഓയിൽ സ്കിന്നും എൻ്റെ ഡ്രൈ സ്കിന്നുമാണ്. കറന്റ് കുഞ്ഞ് യൂസ് ചെയ്യുന്നത് എൻ്റെ ഡ്രൈ സ്കിന്നിൻ്റെ മോയ്സ്ചറൈസർ ആണ്. അപ്പോൾ ഇത് ഓയിലി സ്കിന്നിന് വേണ്ടിയിട്ടുള്ളതാണ്. ഇത് ഇവിടെ വന്നതിന് ശേഷം കൂടുതൽ യൂസ് ചെയ്യണം. ഇടയ്ക്ക് വല്ലപ്പോഴും ഇട്ടാലേ. അപ്പം ഒരെണ്ണം ഇത് ഒരു മോയ്സ്ചറൈസർ. ചെറുതാണല്ലേ നിന്റെ വലുതാണല്ലേ? അതെ, എനിക്ക് ചെറുതാണ്. എനിക്ക് അറിഞ്ഞൂടാത്ത അതാ ബാഗ്. ബാഗാണ് ബാഗാത്. അതാ ഇത് ഇങ്ങോട്ട് തുറക്കണമായിരുന്നു. അതാ ഊരിയെടുത്ത് അത് ഇങ്ങോട്ട് സൈഡ് ചെയ്തു. നശിപ്പിച്ചു. തൽക്കാലം സിസേഴ്സ് വെച്ച് കട്ട് ചെയ്യാം. വലിയ ബാഗാന്ന് വിചാരിച്ചാണ് ഓർഡർ കണ്ടത്. എല്ലാം കട്ട് ചെയ്ത് തീരോ? ബാഗ് കട്ട് ചെയ്തിട്ടുണ്ട്.
ബാഗ് അത് മടക്കി വെച്ചേക്കും. ബാഗാണ്. ആ കുഴപ്പമില്ലല്ലേ? കുഴപ്പമില്ല, അത്യാവശ്യം സാധനം. കറങ്ങിനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന ബാഗ് ഇവിടെ ഇരിപ്പുണ്ട്. അത് ഇവര് ഇവിടെ വന്ന ടൈമില് അത് എവിടെ തന്ന ബാഗ്? അത് ഞങ്ങളുടെ യൂണിയനിൽ കിട്ടിയത്. അതില് യൂണിയൻകാർ കൊടുത്തതാണ്. എനിക്ക് ഇവിടെ യൂണിയനെ കൊണ്ടുപോയി. അപ്പൊ അങ്ങനെ ആ കിട്ടിയ ബാഗാണ് ഇതുവരെ നിലവിൽ കൊണ്ടുപോയി. അപ്പൊ ഇതാണ് ബാഗ്. ഈ ബാഗ് അങ്ങനെ ജോലിക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഇതെടുത്തു. ജോലിക്ക് ഇവിടെ വിശേഷം പറഞ്ഞില്ല, ജോലി ഓക്കെയാണ്, കുഴപ്പമില്ല. ഈ പെട്ടിയിൽ ഇതൊക്കെ ഉള്ളൂ. ഇനിയാണ് വലിയൊരു പെട്ടി. വലിയൊരു പെട്ടി. കോൺ പൗച്ച് തുറന്ന് കാണിച്ചു കൊടുത്തില്ലല്ലോ. ഇതാണ് പൗച്ച്. കുഴപ്പമില്ല. ഇതിനെക്കാളും ബെറ്റർ കുറച്ച് നല്ലതായിട്ട് തോന്നുന്നത് ഓൾറെഡി കിടക്കുന്നത് കുറച്ച് നല്ലതാണെന്ന് തോന്നുന്നത്. ഇതിനെക്കാളും നല്ലതാണെന്ന് തോന്നുന്നു. ഇത് കുറച്ച് ഒരു കട്ടി പോലെയുണ്ട് സാധനം. അപ്പം ഇത് നെക്സ്റ്റ് വൺ. ഇനി അടുത്തതാണ് നമ്മുടെ വലിയ പെട്ടി. വലിയ പെട്ടി. വലിയ പെട്ടിയിൽ എന്ത്? വലിയ പെട്ടിയിൽ എന്ത്? വലിയ പെട്ടിയില് എവിടെ കത്തി? മറ്റേ കത്തി പള്ളി പെട്ടി. വലിയ വെട്ടിയിൽ ഒന്നുമില്ല, വലിയ പേപ്പറുണ്ട്. വലിയ വെട്ടിയില് നെക്സ്റ്റ് വൺ സാധനം ഒരു ക്രിയാറ്റിൻ. വർക്കൗട്ടിന് നമ്മൾ എടുക്കുന്ന സാധനം തന്നെ. സപ്ലിമെന്റ് പ്രീ വർക്കൗട്ട്. മറ്റൊരു ക്രിയാറ്റിൻ. അതെപ്പോഴാ കുടിക്കുന്നത്? ക്രിയാറ്റിൻ വർക്കൗട്ടിന് മുമ്പ് എടുക്കാം, വർക്കൗട്ടിന് ശേഷം. ഇതാ കുറച്ചധികം പൈസ ചെലവാക്കി മാറ്റി സാധനം. കുറെ നാളേക്ക് ഈ സാധനം ഈ സെയിം സാധനം ഡയമറ്റൈസിന്റെ എടുക്കുമ്പോൾ കുറെ നാളായിട്ട് ആഗ്രഹമായിരുന്നു. അപ്പൊ അങ്ങനെ പറഞ്ഞ എടുത്തത്. അപ്പൊ ഇത് പിന്നെ നമ്മുടെ മെയിൻ സാധനം, പിന്നെ ഒരു ഒരു റിംഗ് ലൈറ്റ് ആണ്. പരിപാടി സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇതിന് സെറ്റ് ചെയ്യണം, അതാണ് ഏറ്റവും വലിയ പാട്. എങ്ങനെ ചെയ്യേണ്ടതെന്നൊക്കെയുള്ള ബുക്ക്ലെറ്റ് ഉണ്ട്. ഇതുണ്ട്, സെറ്റ് ചെയ്യണം. ഇപ്പം സെറ്റ് ചെയ്ത് കാണിച്ചു കൊടുക്കാം. അപ്പൊ നമുക്കിത് സെറ്റ് ചെയ്ത് കാണിക്കാം. ചെറുത് പിന്നെ റിമോട്ട് ഉണ്ട്. ബാറ്ററി ഉണ്ടാകും. ഇതൊരു സാറ്റിസ്ഫാക്ഷൻ ചെയ്തിരിക്കുന്ന സംഭവമാണിത്. ഇങ്ങനെ പൊട്ടിച്ചുണ്ട്. പണ്ട് ഞങ്ങൾ ഭയങ്കര അടിയായിരുന്നു ഈ സാധനം കിട്ടിയാൽ തന്നെ പൊട്ടിച്ച് കളയാനായിട്ട്. ഇങ്ങനെ ഭാരിച്ച ക്വാളിറ്റി ഒന്നുമില്ല, എന്നാലും പോവാം. ഇതാണ് ഇതിന്റെ ഏറ്റവും ചെറുത്. ഇത് വെച്ച് ജസ്റ്റ് ഒന്ന് കാണിക്കാം. പിന്നെ നോക്കാം. ചാർജ് ഉണ്ടാവില്ലെന്ന് തോന്നുന്നു. ചാർജ് ഇല്ല. അപ്പം ചാർജ് ഒക്കെ നോക്കിയിട്ട് സെറ്റ് ചെയ്യണം. അപ്പം അങ്ങനെ ഇത് ഒരെണ്ണം ഉണ്ട്. ഒരു റിംഗ് ലൈറ്റ്, ട്രൈപോഡ് സാധനങ്ങളെല്ലാം കൊടുക്കുന്നത്.
ഇത്രയും സാധനങ്ങളാണ് നമ്മൾ ഓർഡർ ചെയ്തത്. നിന്റെ എന്തോ സാധനം വരായില്ലേ? ഇനി എൻ്റെ ഒരു ടോണറും കൂടെ വരാനുണ്ട്. അപ്പം ഇതൊക്കെയാണ് സാധനങ്ങൾ. ഒരു ബാഗ്, ഒരു റിംഗ് ലൈറ്റ്, ഒരു പ്രീ വർക്കൗട്ട്, ഒരു ക്രിയാറ്റിൻ, പിന്നെ ഒരു പ്രോട്ടീൻ, വേ പ്രോട്ടീൻ ഐസൊലേറ്റ്, പിന്നെ ഒരു ഷേക്കർ, മോയ്സ്ചറൈസർ, ഒരു വിറ്റാമിൻ സിന്റെ സംഭവം. അപ്പൊ ഇത്രയാണ് ഓർഡർ ചെയ്തത്. ഇത്രയും സാധനങ്ങളാണ് ഇത്രയും പാക്കറ്റിൽ വന്നത്. കുറച്ച് പൈസ പിടിച്ചു. ഈ സാധനം ഇവിടെ നോക്കിയപ്പോൾ ഈ സാധനം ഇവിടെ ഇല്ല. വേറെ കമ്പനീൻ്റെ ഉള്ളത്. അതുമല്ല വെയിറ്റ് തീരെ കുറവ്. ഒരു കിലോ അടുപ്പിച്ചില്ല, 900 ഗ്രാം അങ്ങനെയൊക്കെ ഉള്ളു. 15 സെർവിങ്, പിന്നെ 28 സെർവിങ് അങ്ങനെയൊക്കെ ഉള്ളു. ഇത് ഇത്രയും വലുതില്ല. അപ്പം അങ്ങനെയൊക്കെ പറഞ്ഞാൽ എടുത്തത്. വേറെ എന്താണ്? അപ്പം വേറെ വിശേഷങ്ങൾ? ജോലിക്ക് വിശേഷം പറയാനാണെങ്കിൽ, ജോലിക്ക് പോയി കഴിഞ്ഞ തിങ്കളാഴ്ചയോട് ജോലിക്ക് പോയി തുടങ്ങിയായിരുന്നു. ഓക്കെയാണ്, കുഴപ്പമില്ല. കുറച്ച് ടാസ്ക് ഉണ്ടെന്ന് വെച്ചാൽ കുറച്ച് ടാസ്ക്കാണ്. ഫുള്ള് 8 അവർ നിൽക്കണം. ബ്രേക്ക് ആകെ ഉള്ളതെന്ന് പറഞ്ഞാൽ 1 മണിക്കൂർ ബ്രേക്ക്. കറക്റ്റ് ബ്രേക്ക് രാവിലെ 9 മണിക്ക് പറഞ്ഞുണ്ട്, 9 to 9 വരെ. അതിൻ്റെ ഇടയിൽ ഫുഡ് അടിക്കണം, തിരിച്ച് കയറണം, സ്പോട്ടിൽ തന്നെ കയറണം. എന്നിട്ട് ആ ഫുഡ് കഴിക്കാതിരിക്കുന്ന സമയത്ത് അല്ലാതെ ഇല്ല. എவ்வளவு അങ്ങനെയാണ്. ഏകദേശം ഇവിടെ 12 അവർ ഷിഫ്റ്റാണ്. അങ്ങനെയുണ്ട് ജോലി. നാട്ടിനെ സംബന്ധിച്ച് ഇവിടെ കുറച്ച് വർക്കിംഗ് കൾച്ചർ ഭയങ്കര ഡിഫറെൻ്റ് ആണ്. ആജ്ഞാപിക്കില്ല നാട്ടിൽ അത് ചെയ്യ്, ഇത് ചെയ്യ്, ഇങ്ങനെ ചെയ്യ്. ഇവിടെ അതില്ല. പിന്നെ അത്യാവശ്യം പേയും ഉണ്ട്. ആരെങ്കിലും രണ്ടാമത് ജോലിക്ക് പോയാലും കുഴപ്പമില്ലാതെ വീട്ടിലേക്ക് തിരിച്ചു പോവായിരുന്നു. ഇവിടുത്തെ അവസ്ഥകൾ. അപ്പം ഇന്നത്തെ നമ്മൾ അൺബോക്സിങ് വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ. അപ്പം അടുത്ത വീഡിയോ അപ്പം എന്തെങ്കിലും പോരായ്മകൾ നമ്മൾ ബ്ലോഗിങ് ആക്കി തുടങ്ങിയിട്ട് 2-3 വീഡിയോ ഇട്ടിട്ടുള്ളൂ. അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ കമന്റ്, എല്ലാവരും കമന്റ് ഇടണം. പിന്നെ എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ അത് കമന്റ് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോ, വരുന്ന വീഡിയോയിൽ അതെല്ലാം ക്ലിയർ ചെയ്ത് മാക്സിമം സെറ്റ് ചെയ്യാൻ നോക്കും. പിന്നെ വേറെ ഇതൊക്കെ തന്നെ വിശേഷങ്ങൾ. അപ്പോൾ വരും വീഡിയോയിൽ കാണുന്നതായിരിക്കും. അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും. ബൈ ബൈ.